സോ വെൽക്കം ബാക്ക്. അപ്പോൾ മോട്ടറോള എന്ന ബ്രാൻഡ് ഇപ്പോൾ ഇറക്കുന്ന എല്ലാ പ്രൈസ് റേഞ്ചും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ എന്ന രീതിയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് പഴയ ഷോമിയൊക്കെ ഇറക്കുന്ന അതേ സെയിം ആയിട്ടുള്ള പാറ്റേണിൽ. അപ്പോൾ ഒരു 10,000 രൂപ റേഞ്ചിൽ മോട്ടറോള ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മോട്ടോ G45 5G. അപ്പോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് ഓവറോൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള പ്രൈസ് 10,999 ആണ്. ബട്ട് ഓഫർ ഉണ്ട് 9,999 കിട്ടുന്നതായിരിക്കും. അതൊരു 1000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫറാണ്. സോ എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ ഹയർ വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB ആണ്. സോ 6GB വേരിയൻറ്റ് കാണുന്നില്ല. ഇനി അതിൽ വരാത്തതാണെന്ന് അറിയില്ല. പെട്ടെന്ന് 4 നേരെ 6ലേക്കാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,999 ആയിട്ടാണ് വരുന്നത്. ഈ ഒരു 6GB വേരിയൻറ്റ് കൊടുത്താൽ അതാ കുറച്ചും കൂടെ ബെറ്റർ. 4GB എന്തായാലും എടുക്കണ്ട. അപ്പോൾ എന്തായാലും 8GB മാത്രമേ വരുന്നുള്ളൂ. സോ ഒന്നും പറയാനില്ല. അപ്പം ഒരു 9,999 ഒരു 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ഒരു വീഗൻ ലെതർ ആയിട്ടാണ് വരുന്നത്. ഡിസൈൻ വൈസ് ഓൾറെഡി കുറേ മോട്ടോ ഫോൺസിൽ വരുന്ന ആ ഒരു സെയിം ആയിട്ട് ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിലും വരുന്നത്. ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത്. സോ അങ്ങനെ ഒരു വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നല്ല നീറ്റായിട്ടുള്ള നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഡിസൈൻ തന്നെയാണ്, മോശം പറയാനൊന്നുമില്ല. സോ ഇറ്റ്സ് ഓക്കെ. വീഗൻ ലെതറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ കാര്യത്തിൽ അങ്ങനെ എടുത്തു പറയാനില്ല. പിന്നീട് 183 ഗ്രാം വെയിറ്റും 8mm തിക്നെസ് ഒക്കെ തന്നെ വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്, ചെറിയൊരു ഫോണാണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ IPS LCD പാനലാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നത്. 580 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സോ ഫുൾ HD ഡിസ്പ്ലേ അല്ല, HD മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഹൈ റിഫ്രഷ് റേറ്റും ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ. ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് നോർമൽ ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ്. സോ ഗംഭീരമായ ഡിസ്പ്ലേ ഒന്നും തന്നെ പറയാനില്ല. ഇനി ഇതിൻ്റെ ക്യാമറ, പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത് 15MBയുടെ ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. 2MBയുടെ മാക്രോ വരുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16MBയുടെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. റിയറിലും ഫ്രണ്ടിലും ഫുൾ HDയിലൊക്കെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ക്യാമറ മോട്ടോറോള ഫോൺസിൽ അറിയാമല്ലോ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ എന്തായാലും ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ ക്യാമറയിലും ഇഷ്യൂസ് പറയാനില്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ഇത് പഴയ 695 തന്നെയാണ്, ഒന്നും കൂടെ പേര് മാറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളൂ. ഇതിൻ്റെ ഒരു ആൻറ്റു സ്കോർ എന്ന് പറയുന്നത് 4,15,000 ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റ് തന്നെയാണ്. നോർമലി ഇതൊരു 20,000 രൂപയുടെ ഫോണിൽ വരെ നമ്മൾ കാണാറുണ്ട് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഉഗ്രനായിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ വലിയ ഗംഭീര ഗെയിമിംഗ് ഒന്നും കളിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു മീഡിയം ലെവലിലൊക്കെ തന്നെ ഉഗ്രനായിട്ട് സ്മൂത്തായിട്ട് ഗെയിംസൊക്കെ തന്നെ കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.2ൻ്റെ സ്റ്റോറേജ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടറോള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Hello UI ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ക്ലീനും ബഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല UI എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് വരുന്നത്. പിന്നീട് 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു 10,000 രൂപ എന്ന ഒരു പ്രൈസ് പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. നല്ല ഡിസൈൻ വരുന്നുണ്ട്, നല്ല വീഗൻ ലെതർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വീഗൻ ലെതർ ആണെങ്കിൽ ഫിനിഷ് മാത്രമേ വരുന്നുള്ളൂ, എന്നാലും ആ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ തന്നെ ഗുഡായിരിക്കും. അതുപോലെ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി, എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 10,000 രൂപ റേഞ്ചിൽ ഒരു കൊള്ളാവുന്ന ഒരു ബെസ്റ്റ് വാല്യൂ ഫോൺ ആണ്. ഒരു ബെസ്റ്റ് ടോപ്പ് ആയിട്ടുള്ള ഫോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇതും അതിൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പം ഇഷ്യൂസ് പറയാനില്ല, ഇറ്റ്സ് ഓക്കെ, നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യാം. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.